അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുത വകുപ്പ് മന്ത്രിക്ക് കത്തയച്ച് പ്രതിഷേധിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷണർക്കും കത്തയച്ച് പ്രതിഷേധിച്ചു. ആവോലി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. ഒരു യൂണിറ്റിന് വെറും 50 പൈസയിൽ താഴെ മാത്രം മുടക്കുമുതലുള്ള ചെലവുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറിലേത്. ആ മണിയാറിലെ കരാറ് 94 കരാർ ഒപ്പിട്ടു. അത് കമ്മീഷൻ ചെയ്തു. 2024 ഡിസംബർ മാസം 30 ആ കരാറിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ആ കരാറിന്റെ കാലാവധി അവസാനിച്ചാൽ തുടർന്ന് വരുന്ന നാളുകളിൽ ജനുവരി മാസം മുതൽ ആ പദ്ധതി മുഴുവൻ നമ്മുടെ KSEBക്ക് സ്വന്തമാകും. അപ്പോൾ 12 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് അധികമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ചെറുതാണെങ്കിലും നമ്മുടെ ജനങ്ങളെ സഹായിക്കാൻ അതൊരു കാരണമല്ലേ? അതിനെ ചെയ്യുന്ന ഈ ഗവൺമെന്റ് ചെയ്ത കൊടുംചതി എന്താണ് നിങ്ങൾക്കറിയാമോ? ഈ ഗവൺമെന്റ് ചെയ്ത കൊടുംചതി എന്ന് പറയുന്നത് 21 ദിവസം മുമ്പേ ഈ കരാർ അവസാനിക്കുന്നു എന്ന് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നതിന് പകരം വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയും മുഖ്യമന്ത്രിയും ഈ രാജ്യ വ്യവസായ വകുപ്പ് മന്ത്രി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി അവർക്ക് 25 വർഷം കൂടി ഈ കരാർ നീട്ടി നൽകാൻ ഈ ഗവൺമെന്റ് ഗൂഢാലോചന നടത്തി കേരളത്തിലെ ജനങ്ങളെ ചതിച്ചിരിക്കുന്ന ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജോ സണ്ണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു പരീക്കൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ്, വൈസ് പ്രസിഡന്റ് ബിജു മുള്ളംകുഴിയിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫാൻ VS, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ സിബി പി സെബാസ്റ്റ്യൻ, ലിയോ മൂലക്കുടിയിൽ, ജോസഫ് കല്ലൻ, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ജോർജ് ജോസഫ്, ആൽബിൻ കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.